ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വിവാദ പ്രസ്താവന ചർച്ച ചെയ്യാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അണുബോംബ് പ്രയോഗിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ ഭീഷണി അദ്ദേഹത്തിന്റെ പഴയ ശൈലിയുടെ ആവർത്തനം മാത്രമാണ്. 2014 മുതൽ നമ്മൾ കേട്ട് തഴമ്പിച്ച ഇത്തരം വീരവാദങ്ങൾ പരാജയങ്ങളെ മറയ്ക്കാൻ വേണ്ടിയുള്ള വില കുറഞ്ഞ തന്ത്രങ്ങൾ മാത്രമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. പരാജയപ്പെടുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ മറ്റുള്ളവരെ പഴിചാരുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയുടെ തുടർച്ചയാണിത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് റഫാൽ അഴിമതി എന്ന പേരിൽ ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ചൌക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യവുമായി പ്രചാരണം നടത്തിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് കോടതിയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയതിന് അദ്ദേഹം മാപ്പ് പറയേണ്ടിയും വന്നു. ആ റഫാൽ ബോംബ് ഒരു നനഞ്ഞ പടക്കമായി മാറി. ഇപ്പോൾ അതേ ഫോർമുലയുടെ ആവർത്തനമാണ് വീണ്ടും കാണുന്നത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുന്നുണ്ടെന്ന് തെളിയിക്കാനുള്ള അണുബോംബ് തന്റെ കൈവശമുണ്ടെന്ന് പറയുന്ന ഒരു നേതാവ് ചെയ്യേണ്ടത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് ഭീഷണി മുഴക്കുകയല്ല, മറിച്ച് തെളിവുകൾ കോടതിയിൽ പോയി സമർപ്പിക്കൂ നിങ്ങൾ. എന്നാൽ അത് ചെയ്യാതെ ആരോപണം മാത്രം ഉന്നയിച്ച് കടന്നു പോകുന്ന ശൈലിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്വതയില്ലാത്ത പ്രസ്താവനകളും യാഥാർത്ഥ്യ ബോധമില്ലായ്മയും. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം ഇത്തരം പ്രസ്താവനകളാൽ സമ്പന്നമാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണ് എന്ന്. കോടിക്കണക്കിന് പാവപ്പെട്ടവർ കഷ്ടപ്പെടുന്ന ഒരു രാജ്യത്ത് അവരുടെ ദാരിദ്ര്യത്തെ ഒരു മാനസികാവസ്ഥയാക്കി മാത്രം ചുരുക്കിയ ആ പ്രസ്താവന അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഒരു സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ ഒരു നേതാവിന് സാധാരണക്കാരന്റെ വേദന എത്രത്തോളം മനസ്സിലാകുമെന്ന ചോദ്യം അന്ന് ശക്തമായി ഉയർന്നിരുന്നു. മറ്റൊരിക്കൽ വ്യവസായികളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ദളിതരുടെ ഉന്നമനത്തിന് വ്യാഴത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി വേണമെന്ന് പ്രസംഗിച്ചു. ശാസ്ത്രവും സാമൂഹിക യാഥാർത്ഥ്യവും കൂട്ടിക്കുഴച്ചുള്ള ആ പ്രയോഗം കേട്ട് ജനങ്ങൾ അന്തം വിട്ട് നോക്കി നിന്നു. ഗൗരവമേറിയ വിഷയങ്ങളെ ഇത്തരത്തിൽ അർത്ഥമില്ലാത്ത ഗമ്മിക്കുകൾ കാണിച്ച് സ്വയം പരിഹാസ്യനാവുകയായിരുന്നു അദ്ദേഹം. സ്വന്തം പാർട്ടിയോടും സ്ഥാപനങ്ങളോടുമുള്ള സമീപനം ഈ അണുബോംബ് പ്രയോഗം വെറുമൊരു തമാശയല്ല, മറിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ തുറന്നു കാട്ടുകയാണ്. 2013 സ്വന്തം പാർട്ടി സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് പരസ്യമായി കീറിയെറിഞ്ഞ സംഭവം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ ഒരു കൂടിയാലോചനയും ഇല്ലാതെ പരസ്യമായി തള്ളിക്കളഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പക്വതയില്ലായ്മയും അരാജകത്വ മനോഭാവവും വെളിപ്പെടുത്തി. കൂടാതെ പാർട്ടിയുടെ നിർണായക പ്രതിസന്ധികളിൽ പോലും അദ്ദേഹത്തിന്റെ അടിക്കടിയുള്ള വിദേശ യാത്രകൾ അദ്ദേഹത്തിന്റെ പാർട്ട് ടൈം പൊളിറ്റീഷ്യൻ എന്ന പേര് നേടിക്കൊടുത്തു. കഠിനാധ്വാനം ചെയ്ത് താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരേണ്ട ഒരാൾക്ക് ഇത്തരം ഉഴപ്പുകൾ സാധ്യമല്ല. എന്നാൽ പാരമ്പര്യമായി കിട്ടിയ സ്ഥാനമായതുകൊണ്ട് പാർട്ടിയോടോ ജനങ്ങളോടോ പൂർണ്ണമായി ഉത്തരവാദിത്തം കാണിക്കേണ്ട ആവശ്യമില്ല. ആ തോന്നൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും യഥാർത്ഥ ബോംബ് എവിടെയാണ് പൊട്ടിക്കേണ്ടത് എന്ന് പറയാം. രാഹുൽ ഗാന്ധിയുടെ ഈ അണുബോംബ് പ്രസ്താവന വരാനിരിക്കുന്ന പരാജയങ്ങൾക്ക് മുൻകൂട്ടി ജാമ്യം എടുക്കാനും സ്വന്തം പാർട്ടിയുടെ നേതൃത്വപരമായ ശൂന്യത മറച്ചുവെക്കാനുമുള്ള ഒരു തന്ത്രം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഒരു ബോംബ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് പുറത്തല്ല, മറിച്ച് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ കുടുംബ വാഴ്ചയ്ക്കും കഴിവുകെട്ട ഉപദേശക സംഘത്തിനും ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലായ്മയ്ക്കും എതിരെയായിരിക്കണം. റഫാൽ, ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണ്, എസ്കേപ്പ് വെലോസിറ്റി, ഓർഡിനൻസ് കീറിയറിൽ, അടിക്കടിയുള്ള ഈ വിദേശയാത്രകൾ, ഈ വിവാദങ്ങളുടെ പട്ടികയിലെ ഏറ്റവും പുതിയ ഒരിനം മാത്രമാണ് ഈ അണുബോംബ്. എന്നാൽ അതിന് കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ വിഷയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ നന്ദി.